ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും, എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെ ഈശോ നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി, നാം എന്തുമാത്രം വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുന്നുവോ അത്രമാത്രം നാം ഈശോയോട് നിരന്തരം ബന്ധത്തിൽ ആയിരിക്കുന്നു എന്ന സംഗതി. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. ഈശോ എന്നെ കാണുകയും ഈശോ എന്നെ ശ്രവിക്കുകയും ഈശോ ഞാനുമായി ബന്ധത്തിലായിരിക്കുകയും ചെയ്യുന്ന ആ മനോഹരമായ ദൈവസായുജ്യ നിമിഷം എനിക്ക് സംലഭ്യമാക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് എന്ന് വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നുവെന്ന് തുറന്ന വചനം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഈശോ തൻ്റെ കണ്ണ് പറിച്ചു മാറ്റുന്നു. ഈശോ തൻ്റെ ദർശനം അവരിൽ നിന്ന് അകറ്റുന്നു. കർത്താവിനാൽ കാണപ്പെടുക, കർത്താവിനെ കാണുക, ദൈവം നോക്കുക, ദൈവം കാണുക എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യ അനുഭവത്തെ സൂചിപ്പിക്കുവാനുള്ള ചില ഭാഷാ ശൈലികളാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് തിന്മ ചെയ്യുന്നവരിൽ നിന്ന് മുഖം തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണയുള്ള അവിടുത്തെ കടാക്ഷം അറിയാൻ, അനുഭവിക്കാൻ, സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ദൈവവുമായുള്ള ഒരു ഹൃദയപരമായ, ആത്മീയമായ, ആന്തരികമായ ഒരു അടുപ്പം, ഒരു സ്നേഹബന്ധം എനിക്കുണ്ടാകണമെങ്കിൽ, എനിക്ക് സ്വന്തമാകണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശ്രമിക്കേണ്ട, സ്വന്തമാക്കേണ്ട ഒരു സംഗതി ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധി എന്നെയും കർത്താവിനെയും തമ്മിൽ നേർരേഖയിൽ, നേർബന്ധത്തിൽ കൊണ്ടുവരികയും കർത്താവിനും എനിക്കുമിടയിലുള്ള തടസ്സങ്ങളും അകൽച്ചകളും ഇടർച്ചകളും എടുത്തു മാറ്റുകയും ചെയ്യുന്നുവെന്ന് വചനം പറയുകയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയും, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ, കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിൻ്റെ വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിൻ്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ വചനം പറയുകയാണ്, എൻ്റെ പാപം, എൻ്റെ ജീവിതത്തിലെ തിന്മകൾ, എൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധികൾ, എൻ്റെ അധരത്തിൻ്റെയും എൻ്റെ കണ്ണുകളുടെയും അഥവാ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ, എൻ്റെ ശരീരത്തിൻ്റെ അകൃത്യങ്ങൾ, പാപങ്ങൾ ദൈവത്തിനും എനിക്കുമിടയിൽ ഒരു മറയായി, ഒരു തടസ്സമായി, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ജീവിതത്തിൻ്റെ പ്രതികൂല ശക്തിയായി കടന്നു വരുന്നുവെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും.
അതേ ആശയത്തിൻ്റെ മറ്റൊരു അവതരണമായി നാം ആദ്യം വായിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കർത്താവ് തൻ്റെ കണ്ണും ചെവിയും പറിച്ചു മാറ്റുന്നു. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് എന്നെയും എനിക്ക് ഈശോയെയും കാണുവാനും കേൾക്കുവാനും സാധിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ പാരസ്പര്യതയിലേക്ക് ഞാനും ഈശോയുമായി കടന്നു വരുന്നത് ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന ആ നേർരേഖയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, അതുകൊണ്ട് സ്നാപക യോഹന്നാൻ തൻ്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ, വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കപ്പെടണമെന്ന്, താഴ്വാരങ്ങളൊക്കെ ഉയർത്തപ്പെടണമെന്ന്, മലകളൊക്കെ ചെങ്കുത്തായ മലകളൊക്കെ ഇടിച്ച് നിരത്തപ്പെടണമെന്ന്. അങ്ങനെ ദൈവവും ഞാനും തമ്മിൽ ഒരു നേർരേഖയിൽ എൻ്റെ ജീവിതത്തിൻ്റെ വക്രതകളും എൻ്റെ ജീവിതത്തിൻ്റെ വളഞ്ഞ വഴികളുമൊക്കെ ഒന്ന് നേരായ രീതിയിലേക്ക് വരുമ്പോൾ എനിക്കെൻ്റെ കർത്താവിനെ കാണുവാൻ സാധിക്കുന്ന, കർത്താവിന് എന്നെയും കാണുവാൻ സാധിക്കുന്ന, എനിക്കെൻ്റെ ഈശോയെ കേൾക്കുവാനും എൻ്റെ ഈശോയ്ക്ക് എന്നെ കേൾക്കുവാനും സാധിക്കുന്ന സ്നേഹത്തിൻ്റെ പാരസ്പര്യതയുള്ള ബന്ധത്തിൻ്റെ ഇഴയടുപ്പത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയാണ് എന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന അടിസ്ഥാന തറമേൽ നിന്നുകൊണ്ട് മാത്രം, ജീവിതത്തിൻ്റെ വിശുദ്ധിയാകുന്ന കാലുറച്ചു നിൽക്കുന്ന മൺപരപ്പിൽ നിന്നുകൊണ്ട് മാത്രം എനിക്കെൻ്റെ ദൈവത്തെ ദർശിക്കുവാൻ, അനുഭവിക്കുവാൻ, എനിക്കെൻ്റെ ഈശോയുടെ കൃപകളെ സ്വന്തമാക്കുവാൻ, സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും, ഇവിടെ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമം, ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം എൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രായോഗികമായ തലങ്ങളെ സ്പർശിക്കുന്ന സംഗതി, പ്രായോഗികമായ തലങ്ങളെ സ്പർശിക്കുന്ന സംഗതിയായി മാറുകയും, നമുക്കറിയാം ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, ദൈവം ഉദാപ്തമായ ഒരു സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ചു. കേവലം അടിമത്തപരമായ ഒരു സൃഷ്ടിയല്ല. അതുകൊണ്ട് മറ്റ് മൃഗങ്ങളിൽ നിന്നും മറ്റ് സചേതന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന ആ സവിശേഷത, ആ ഉദാപ്തത എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം തൻ്റെ വിശേഷ ബുദ്ധി, തൻ്റെ ഇച്ഛയുടെ സ്വാതന്ത്ര്യം, ദൈവം തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തൻ്റെ സ്നേഹം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ, ദൈവം തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ, മനുഷ്യന് തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്നേഹത്താൽ മാത്രമേ ദൈവത്തെ സ്വന്തമാക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്കറിയാം, പ്രകൃതിയിലെ സചേതനങ്ങളായ മറ്റ് ജീവജാലങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ തിന്നുവാൻ വേണ്ടി അല്ലാതെ കൊല്ലുന്ന ഏക ജീവി അത് മനുഷ്യനാണ്. തിന്നുവാൻ വേണ്ടി അല്ലാതെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനാണ് എന്ന് നാം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, തിന്നുവാൻ വേണ്ടി എല്ലായ്പ്പോഴും മനുഷ്യൻ കൊല്ലുന്നുമില്ല. തിന്നുവാൻ വേണ്ടി അല്ലാതെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനായിരിക്കുന്നത് പോലെ തന്നെ തിന്നുവാനായി എപ്പോഴും മനുഷ്യനെ കൊല്ലേണ്ടതുമില്ല. എന്ന് പറഞ്ഞാൽ മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ സ്വാഭാവികമായ ചോദനകളോടുള്ള പ്രതികരണം മാത്രമാണ് ആ ജീവികളുടെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും. അതൊരു പക്ഷേ ഭയമായിരിക്കാം, ജീവൻ നിലനിർത്തുവാനുള്ള ഭയമായിരിക്കാം, അതല്ലെങ്കിൽ വിശപ്പായിരിക്കാം, അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് അനിവാര്യമായ പ്രവണതകളായിരിക്കാം. വിശക്കുന്നില്ല എങ്കിൽ ഒരു മൃഗവും മറ്റൊരു മൃഗത്തെയും ആക്രമിക്കാറില്ല, അത് ഒരു ജീവജാലവും ചെയ്യാറില്ല. എന്നാൽ മനുഷ്യനാകട്ടെ സ്വന്തം ഇഷ്ടം ഉപയോഗിച്ച്,
സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തൻ്റെ സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ അടിസ്ഥാനത്തിൽ അവൻ്റെ പ്രവർത്തികളെയും പെരുമാറ്റങ്ങളെയും തീരുമാനങ്ങളെയും നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ ഇച്ഛയുടെ സ്വാതന്ത്ര്യം, സ്നേഹിക്കാനും വെറുക്കാനുമുള്ള സാധ്യത, അത് മനുഷ്യനിൽ ദൈവം സന്നിവേശിപ്പിച്ചതാണ്. ചിലപ്പോഴെങ്കിലും ഞാൻ ഒരുപാട് പ്രാവശ്യം ദൈവത്തോട്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ചില മനുഷ്യർക്കെങ്കിലും മാറാ രോഗങ്ങൾ നൽകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ചില വ്യക്തികൾക്കെങ്കിലും വലിയ തകർച്ചകൾ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ചില ജീവിതങ്ങളിലെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും പലതരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ സമ്മാനിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ചില മനുഷ്യരെങ്കിലുമൊക്കെ ചില പാപപ്രവർത്തികളിൽ വീഴുവാൻ അനുവദിക്കുന്നത്? ദൈവം എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റവും നന്നായിട്ട് അങ്ങ് ചെയ്താൽ പോരെ? സ്നേഹമുള്ള സഹോദരരെ, അങ്ങനെയുള്ള ഒരു ലോകത്തെ ഞാൻ സങ്കല്പിച്ച് നോക്കി. അയ്യേ, ജീവിക്കാൻ കൊള്ളാത്തൊരു ലോകമാണ് അത്. ജീവിക്കാൻ കൊള്ളാത്തൊരു ലോകം. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ദൈവം കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു വിശുദ്ധിയാണ് എൻ്റേത് എങ്കിൽ ആ വിശുദ്ധിയിൽ എനിക്കെന്ത് ആനന്ദവും അഭിമാനവുമാണ് ഉള്ളത്. പാപം ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നുവെങ്കിൽ ആ വിശുദ്ധിയെ വിശുദ്ധി എന്ന് വിളിക്കാൻ പറ്റില്ല. കേവലം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു യന്ത്ര മനുഷ്യനെ പോലെ ആരോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന, ആരോ സ്വിച്ച് ഇടുമ്പോൾ ചലിക്കുന്ന ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഞാൻ നന്മ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അതിൽ തന്നെ എന്ത് മേന്മയാണ് ഉള്ളത്? എൻ്റെ മുമ്പിൽ പാപം ചെയ്യുവാനും പാപകരമായ പ്രവണതകളിലേക്ക് നീങ്ങുവാനും എനിക്ക് സാധിക്കുമായിരിക്കെ ഞാൻ ബോധപൂർവം ദൈവത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ത്യാഗത്തോടെ വേദനയോടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് ആ വിശുദ്ധിയിൽ അഭിമാനിക്കുവാൻ, അങ്ങനെയുള്ള ഒരു ലോകത്തിന് മാത്രമേ ഇന്ന് പറയാൻ സാധിക്കുന്ന ഒരു സൗന്ദര്യം. ഇന്നീ പ്രപഞ്ചത്തിന് സൗന്ദര്യമുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്നീ പ്രപഞ്ചത്തിൽ വൈകൃതങ്ങളുണ്ടെങ്കിൽ അതിനും മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. നമുക്കറിയാം രോഗങ്ങൾ വരുന്നത്, രോഗങ്ങൾ നമുക്കറിയാം. ഒരുപാട് വേദനകൾ സമ്മാനിക്കുന്നത്, സഹനങ്ങൾ സമ്മാനിക്കുന്നത് രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ സ്നേഹമുള്ള സഹോദരരെ, ഈ വേദനകളും സഹനങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഒരുപാട് സംഗതികൾ ഒരുപാട് നന്മകൾ നമുക്ക് സമ്മാനിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വേദനകളും സഹനങ്ങളും നഷ്ടങ്ങളുമൊക്കെ തിന്മയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറുന്നത് ആ വ്യക്തിയുടെ മനോഭാവത്തെ മാത്രം ആശ്രയിച്ച. ഒരേ രോഗം രണ്ട് വ്യക്തികൾക്ക് രണ്ട് കാഴ്ചപ്പാടിൽ, രണ്ട് മനോഭാവത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. വ്യക്തിക്ക്, ആ രണ്ട് വ്യക്തികൾക്കും ദൈവവുമായുള്ള വ്യത്യസ്തമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരുപക്ഷെ ഈശോയുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ മതി. എന്തുകൊണ്ട് പിതാവായ ദൈവം ഈശോയെ ചാട്ട കൊണ്ട് അടിക്കപ്പെടുവാനും പട്ടാളക്കാരാൽ പരിഹസിക്കപ്പെടുവാനും കുരിശിൽ തറയ്ക്കപ്പെടുവാനും 3 ആണികളിൽ ഒരു കുറ്റവാളിയെപ്പോലെ മരിക്കുവാനും അനുവദിച്ചു? ആ മരണത്തിലൂടെ ഈശോ തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റി മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും നഷ്ടങ്ങളും നൊമ്പരങ്ങളും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതമാണ് എന്നും ആ ദൈവഹിതം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുകയും അവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവഹിതം നിറവേറ്റിയ ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദമായിരിക്കും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ എന്താണ് ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന വളരെ വ്യക്തമായ സ്പഷ്ടമായ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുകയും, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം, പദ്ധതി അത് നിറവേറ്റുന്നതാ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ ഈശോയുമായുള്ള ബന്ധത്തിൽ, എൻ്റെ ദൈവവുമായുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൽ ഞാനൊരു പൂർണ്ണമായ ഐക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ,
എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളോ എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളോ എനിക്ക് എൻ്റേതായ താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ എന്നിൽ ദൈവത്തിൻ്റെ ഹിതം നിറഞ്ഞു നിൽക്കുകയും എൻ്റെ ഹിതത്തിൻ്റെ എൻ്റെ ഇച്ഛയുടെ എൻ്റെ താല്പര്യങ്ങളുടെ സ്ഥാനത്ത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇച്ഛയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പൂർണ്ണമായ തോതിൽ ഇടം കണ്ടെത്തുമ്പോൾ ഞാൻ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക്, വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് കടന്നു വരികയും അവിടെ ഇച്ഛയുടെ സങ്കലനം സംഭവിക്കുകയാണ്. എന്താ ഇച്ഛയുടെ സങ്കലനം? എൻ്റെ ദൈവത്തിൻ്റെ ഇച്ഛ എൻ്റെ തന്നെ ഇച്ഛയായി, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ തന്നെ ഹിതമായി, എൻ്റെ ഹിതവും ദൈവഹിതവും ഒന്നായി മാറുന്ന മനോഹരമായ അവസ്ഥ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 17-18 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന തിരുസഭയുടെ ചരിത്രത്തിലെ വലിയ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൻസസ് ലിഗൂരി, ദിവ്യരക്ഷക സന്യാസമൂഹത്തിൻ്റെ സ്ഥാപകനായ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൻസസ് ലിഗൂരി, അദ്ദേഹം 112 പുസ്തകങ്ങൾ എഴുതിയ വലിയ വേദപാരംഗതന. പക്ഷേ അദ്ദേഹം തൻ്റെ മരണത്തോട് അടുത്ത നാളുകളിൽ കണ്ണിൻ്റെ കാഴ്ചയും ശരീരത്തിൻ്റെ മറ്റ് ശേഷികളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം താൻ തന്നെ എഴുതിയ ഒരു പുസ്തകം, താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ഒരു പുസ്തകം കൂടെ വായിച്ച് കേൾപ്പിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. തൻ്റെ അടുത്തിരിക്കുന്ന തൻ്റെ ഇളം സഹോദരങ്ങളോട് അദ്ദേഹം അപേക്ഷിക്കുമായിരുന്നു, തൻ്റെ ആ പുസ്തകം എന്നെ വായിച്ച് കേൾപ്പിക്കണമെന്ന്. ആ പുസ്തകത്തിൻ്റെ പേരാ കൺഫോമിറ്റി ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തോട് ഐക്യപ്പെടുക, ദൈവ ഇച്ഛയോട് ഐക്യപ്പെടുക. സ്നേഹമുള്ള സഹോദരരെ, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധ അൽഫോൻസസ് ലിഗൂരിയുടെ മനോഹരമായ ഒരു ചെറിയ പുസ്തകമാണ് ദൈവ ഇച്ഛയുമായുള്ള ഐക്യപ്പെടൽ. സ്നേഹമുള്ളവരെ, ആ പുസ്തകത്തിലൂടെ അദ്ദേഹം വിശുദ്ധ അൽഫോൻസസ് ലിഗൂരി തിരുസഭയുടെ ചരിത്രത്തിലെ ആത്മീയ പ്രബോധനങ്ങളുടെ അഗ്രഗണ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വലിയ ആത്മീയ ആചാര്യത്വത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ആ മഹാവിശുദ്ധനായ വിശുദ്ധ അൽഫോൻസസ് ലിഗൂരി പറയുക, ഒരു വ്യക്തിയുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ആന്തരികത ആനന്ദം കൊണ്ട് നിറയുവാനുള്ള, സ്വർഗീയമായ സന്തോഷം കൊണ്ട് നിറയുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം തൻ്റെ ഇച്ഛയെ, തൻ്റെ ഇഷ്ടങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിധേയപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ, ദൈവത്തിൻ്റെ ഇച്ഛകളെ, ദൈവത്തിൻ്റെ പദ്ധതികളെ സ്വന്തം ഇച്ഛയായി, സ്വന്തം ഇഷ്ടമായി, സ്വന്തം ആഗ്രഹമായി സ്വന്തമാക്കുക. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോ നിമിഷവും അനുവദിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോ നിമിഷവും അനുവദിക്കുന്ന മാനുഷികമായ ദൃഷ്ടിയിൽ ഒരുപക്ഷെ നന്മയോ തിന്മയോ ആയിക്കൊള്ളട്ടെ, വേദനയോ സഹനമോ സുഖമോ നേട്ടമോ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള അനുഭവത്തെയും എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സ്നേഹസമ്മാനമായി സ്വീകരിക്കാനുള്ള ഒരു തുറവി. കാരണം നമുക്കറിയാം, എന്നേക്കാളധികം എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവമാണ്. എന്നേക്കാളധികം എന്നെ നന്മയെ ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് എനിക്കനുവദിക്കുന്ന ഈ നന്മകൾ നമുക്കറിയാം. സങ്കീർത്തകൻ മനോഹരമായ 23-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഇടയൻ്റെ കയ്യിലെ കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിൽ പറയുക, അവിടുത്തെ ചെങ്കോലും വടിയും എനിക്ക് ആശ്വാസം നൽകുന്നു. ഓർക്കണം, ഇടയൻ്റെ കയ്യിലെ ചെങ്കോലും വടിയും തനിക്ക് ആശ്വാസം പകരുന്നുവെന്ന് ഒരു കുഞ്ഞാട് പറയണമെങ്കിൽ, ഒരു ആട്ടിൻകുട്ടി പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സ്നേഹമുള്ളവരെ, ഈ 22, 23 സങ്കീർത്തനങ്ങളെ വ്യാഖ്യാനിക്കുന്ന വചന പണ്ഡിതർ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു സംഗതി, അവിടെ ആ ആട്ടിൻകുട്ടി, ഇടയനോട് പ്രാർത്ഥിക്കുന്ന ആട്ടിൻകുട്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈശോ തന്നെയാണ് എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. ആ 22, 23 അധ്യായങ്ങളെ മനോഹരമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ 22-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന, അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിട്ടു,
കർത്താവെ, അങ്ങ് അകന്നിരിക്കരുത്, എനിക്ക് തുണയായിരിക്കണമേ. ഈ വാക്കുകൾ ഈശോ തന്നെ തൻ്റെ പീഡാസഹനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ 22-ാം സങ്കീർത്തനത്തിൽ ഈശോ ദൈവത്തിൻ്റെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഈശോ തൻ്റെ സ്വന്തം പ്രാർത്ഥനയാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ ഈ 22-ാം സങ്കീർത്തനത്തിലെ ഞാൻ എന്ന് പറയുന്ന ആ ആട്ടിൻകുട്ടി 23-ാമത്തെ അധ്യായത്തിലെയും ഞാൻ തന്നെയും. ഈ ഞാനാണ് പറയുന്നത്, എന്താ പറയുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ചെങ്കോലും വടിയും എനിക്ക് ഉറപ്പേകുന്നു. സ്നേഹമുള്ളവരെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ആയിരുന്നപ്പോഴാണ് ഓർക്കണം ഈശോ 22-ാം സങ്കീർത്തനത്തിലെ ആ പ്രാർത്ഥന ചൊല്ലിയത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ മരണത്തിൻ്റെ താഴ്വാരത്തിൽ ഈശോ ആയിരുന്നപ്പോഴും ഈശോയ്ക്ക് കുലുക്കമില്ലായിരുന്നു. കാരണം തൻ്റെ പിതാവിൻ്റെ ഹിതമാ താൻ നിറവേറ്റുന്നത് എന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ ചെങ്കോലും വടിയും, എന്താ ചെങ്കോല്? ചെങ്കോല് അധികാരത്തിൻ്റെ അടയാളമാണ്. എന്താ വടി? വടി എന്ന് പറയുന്നത് ശിക്ഷണത്തിൻ്റെ പ്രതീകമാണ്. എൻ്റെ ദൈവത്തിൻ്റെ അധികാരവും എൻ്റെ ദൈവത്തിൻ്റെ ശിക്ഷണവും എനിക്ക് ആശ്വാസം നൽകുന്നുവെന്ന് ഈശോ തന്നെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ ശിക്ഷണവും എനിക്ക് ആശ്വാസമാകുന്നത് ദൈവത്തിൻ്റെ ഹിതത്തോട്, ദൈവത്തിൻ്റെ പദ്ധതിയോട് ഞാൻ എന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുമ്പോഴാണ്. ഈശോ പിതാവിൻ്റെ ഹിതത്തോട്, പിതാവിൻ്റെ പദ്ധതികളോട് തന്നെ പൂർണ്ണമായി താതാത്മ്യപ്പെടുത്തിയപ്പോൾ പിതാവിൻ്റെ അധികാരവും പിതാവിൻ്റെ ശിക്ഷണങ്ങളും ഈശോയ്ക്ക് ആശ്വാസമായി മാറിയെങ്കിൽ, സ്നേഹമുള്ള സഹോദരരെ, എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ഹിതങ്ങളെയും എൻ്റെ പദ്ധതികളെയും ഈശോയുടെ ഇഷ്ടത്തോടും ഈശോയുടെ ആഗ്രഹത്തോടും ഈശോയുടെ പദ്ധതിയോടും ഈശോയുടേതായ സംഗതികളോടും ഞാൻ ഐക്യപ്പെടുത്തുമ്പോൾ ഈശോയുടെ എൻ്റെ ജീവിതത്തിലെ അധികാരങ്ങളും ഇടപെടലുകളും ശിക്ഷണങ്ങളും എനിക്കും ആശ്വാസമായി മാറും. കാരണം ഈശോ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ അതെല്ലാം വരുത്തുന്നത്. ആത്യന്തികമായി, താൽക്കാലികമായി അതെന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ആത്യന്തികമായി അതിൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുവാൻ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ത്രാണിയും അവസരവും തരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ ദൈവഹിതത്തോട്, ഈശോയുടെ ഹിതത്തോട്, എന്നെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതത്തോട് സമ്പൂർണമായി താതാത്മ്യപ്പെടുമ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. അതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധി. എൻ്റെ ദൈവം എനിക്ക് അനുവദിക്കുന്നതെല്ലാം എനിക്ക് നന്മയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം ദൈവവചനത്തിൽ എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നതും എൻ്റെ അനുഭവങ്ങളിൽ ഇതൾ വിരിയുന്നതുമായ ദൈവത്തിൻ്റെ ഹിതത്തെ പിൻചൊല്ലുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും അത് അനുവർത്തിക്കുവാനുമുള്ള ഒരു കൃപ, ശക്തി, അതാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഏക വിശുദ്ധി എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധിയുടെ ചുവടുകളിൽ മുന്നേറുവാനുള്ള പ്രാർത്ഥനയാണ് നാം നിരന്തരം നടത്തേണ്ടത്. കേവലം എൻ്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിൽ പൂജിതമാകണം. അങ്ങയുടെ രാജ്യം എൻ്റെ ജീവിതത്തിൽ സംസ്ഥാപിതമാകണം. അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. സ്നേഹമുള്ളവരെ, എപ്രകാരം പ്രാർത്ഥിക്കണം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെട്ട ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈശോ ഓതിക്കൊടുത്ത ശ്രേഷ്ഠമായ കർത്തൃപ്രാർത്ഥന. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെ നാം ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നാണോ? സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ നാമം പൂജിതമാകണമെന്നാണോ? അങ്ങയുടെ രാജ്യം വരണമെന്നാണോ? എൻ്റെ അധികാരം സംസ്ഥാപിതമാകണമെന്നാണോ?
എൻ്റെ ഹിതം നിറവേറണമെന്നാണോ അതോ ദൈവത്തിൻ്റെ ഹിതം നിറവേറണമെന്നാണോ? ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്ന, ദൈവത്തിൻ്റെ അധികാരം എൻ്റെ ജീവിതത്തിലും ഈ ലോകത്തിലും സംസ്ഥാപിതമാകുന്ന, ദൈവത്തിൻ്റെ നാമം പൂജിതമാകുന്ന ഒരു ആന്തരികത, ഒരു ബാഹ്യജീവിതം, ഒരു പരിതസ്ഥിതി, ആത്മീയമായ പരിതസ്ഥിതി നമ്മിൽ സംലഭ്യമാകുവാൻ, നമ്മിൽ സംഭാവ്യമാകുവാൻ, അങ്ങനെ ദൈവവും ഞാനും വേർപെടുത്തപ്പെടാനാവാത്ത ഒരു ആന്തരിക സങ്കലനത്തിലൂടെ എൻ്റെ ഹിതം ദൈവഹിതത്തോട് സമ്പൂർണ്ണമായി താതാത്മ്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്നതിൽ ആനന്ദിക്കുന്ന ഭാരതത്തിൻ്റെ വലിയ വിശുദ്ധനായ, വലിയ താപസ സന്യാസ പിതാവായ ചാവറ പിതാവ് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അങ്ങയുടെ ഹിതം അത് മാത്രം നിറവേറണം. ദൈവഹിതം നിറവേറണം. ദൈവഹിതം നിറവേറും, അത് മാത്രം നിറവേറണം. ഈ ഒരു പ്രാർത്ഥനയുടെ, ജീവിത വിശുദ്ധിയുടെ ആന്തരികത സ്വന്തമാകുവാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.